Now, this morning's message is from 1 Thessalonians 2nd chapter. ഇന്ന് രാവിലത്തെ സന്ദേശം 1 തെസ്സലോനിക്യ 2-ാം അധ്യായത്തിൽ നിന്നാണ്. So, what should people expect from as child of God, as servant of God? ഒരു ദൈവ പൈതലിൽ നിന്നോ ദൈവദാസനിൽ നിന്നോ ജനങ്ങൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? What should we expect from the preaching of God's word? ദൈവവചന പ്രസംഗത്തിൽ നിന്നും നാം എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? So here is a message both to the pulpit and to the people. ഇവിടെ ഇതാ പ്രസംഗപീഠത്തിനും ജനങ്ങൾക്കും ഒരു സന്ദേശം. A message which is meant for the preacher പ്രസംഗകനെ ഉദ്ദേശിച്ചുള്ള ഒരു സന്ദേശം and for the people. ജനങ്ങളെയും. Now let us see what took place in Thessalonica. തെസ്സലോനിക്കയിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ഇപ്പോൾ കാണാം. I believe that I went through this city by train. ഈ പട്ടണത്തിൽ കൂടി ഞാൻ ട്രെയിനിൽ കടന്നുപോയി എന്ന് കരുതുന്നു. And this name is still the same. അതിന്റെ പേര് ഇപ്പോഴും അത് തന്നെയാണ്. But എന്നാൽ Greece has become a very hard place. ഗ്രീസ് വളരെ കഠിനമായ ഒരു സ്ഥലമായി തീർന്നിരിക്കുകയാണ്. And the Orthodox Greek Church ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയ്ക്ക് has certain strict rules. ചില കർശന നിയമങ്ങളുണ്ട്. And they won't even permit a man like me to preach. എന്നെ പോലുള്ള ഒരു വ്യക്തിയെ പ്രസംഗിക്കുവാൻ പോലും അവർ അനുവദിക്കില്ല. You know, in England and other places, നിങ്ങൾക്കറിയാമോ, ഇംഗ്ലണ്ടിലും മറ്റ് സ്ഥലങ്ങളിലും I was not even asked, what did you study? നിങ്ങൾ എന്താണ് പഠിച്ചതെന്ന് പോലും ചോദിച്ചില്ല. Have you got a theological degree? I don't have. നിങ്ങൾക്ക് ദൈവശാസ്ത്രപരമായ ബിരുദമുണ്ടോ? എനിക്കില്ല. No. ഇല്ല. They heard the word, the message and the power behind the word. അവർ സന്ദേശം കേട്ടു, വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന ശക്തിയും ശ്രവിച്ചു. And you know, in some of our Anglican churches in India, ഭാരതത്തിലെ നമ്മുടെ ചില ആംഗ്ലിക്കൻ സഭകൾ they would hesitate to allow a non-ordained man to enter the pulpit. അപരിചിതരായ നിയുക്തമാക്കപ്പെട്ട ആളുകളെ പ്രസംഗപീഠത്തിൽ കയറാൻ അനുവദിക്കാനായി അവർ മടിക്കും. That's an old tradition. അതൊരു പഴയ സമ്പ്രദായമാണ്. I don't care for just standing in that little turret. അവരുടെ ചെറിയ പ്രദേശത്ത് നിൽക്കുന്നത് എനിക്ക് ഒരു വിഷയമല്ല. But in some of the Anglican churches in England, എന്നാൽ ഇംഗ്ലണ്ടിലെ ചില ആംഗ്ലിക്കൻ സഭകൾ, those vicars, those big pastors, ആ വികാരികൾ, ആ വലിയ they പാസ്റ്റർമാർ, did not care. They knew that I had a message and I was only a very young man at that time. അവർ അത് കാര്യമാക്കിയില്ല. എനിക്ക് ഒരു സന്ദേശമുണ്ടെന്ന് അവർക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ചെറുപ്പക്കാരൻ മാത്രമായിരുന്നു. So, the Greek church today അതിനാൽ ഇന്നത്തെ ഗ്രീക്ക് സഭ is almost a dead church. അത് മിക്കവാറും ഒരു ചത്ത സഭയാണ്. My dear people, എന്റെ പ്രിയപ്പെട്ട it ജനങ്ങളെ, is true we live in a small, remote corner island. നാം ഒരു ചെറിയ വിദൂര കോണിൽ ജീവിക്കുന്നു എന്നത് സത്യമാണ്. ഒരു ദ്വീപിൽ. That island is called India. ആ ദ്വീപാണ് ഭാരതം. It is a corner place where people only fight with each other and shout at each other. ഈ കോണിൽ ആളുകൾ പരസ്പരം വഴക്കടിക്കുകയും ഒച്ചയിടുകയും ചെയ്യുന്നു. Nothing really great in history that changes the world came out of this subcontinent. ലോകത്തെ മാറ്റിമറിച്ച വലിയ കാര്യങ്ങളൊന്നും ഈ ഭൂഖണ്ഡത്തിൽ നിന്നും വന്നിട്ടുള്ളതായി ചരിത്രത്തിലില്ല. That is our culture. അതാണ് നമ്മുടെ സംസ്കാരം.
You take your history book നിങ്ങൾ നിങ്ങളുടെ ചരിത്രത്തിന്റെ പുസ്തകം എടുത്ത് and see നോക്കൂ, how has India lifted humanity. മനുഷ്യരാശിയെ ഇന്ത്യ എങ്ങനെയാണ് ഉയർത്തിയിരിക്കുന്നത്. I would give very few marks. ഞാൻ കുറച്ച് മാർക്ക് മാത്രമേ നൽകുള്ളൂ. The theory of non-violence was employed to good purpose. അഹിംസ സിദ്ധാന്തം നല്ല ഉദ്ദേശത്തോടെയാണ് ഉപയോഗിച്ചത്. But the theory of non-violence has ended in an explosion of violence. എന്നാൽ അഹിംസയുടെ സിദ്ധാന്തം അതിക്രമത്തിന്റെ പൊട്ടിത്തെറിയിൽ അവസാനിച്ചു. Because it was not applied in context. കാരണം അത് സന്ദർഭത്തിൽ ഉപയോഗിച്ചില്ല. What did Jesus begin to teach? യേശു എന്താണ് പ്രസംഗിക്കുവാൻ തുടങ്ങിയത്? Blessed are the poor in spirit, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, for theirs is the kingdom of heaven. സ്വർഗരാജ്യം അവർക്കുള്ളത്. Blessed are the meek, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, blessed are the pure in heart. വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. Now these things were not taken into the equation. ഈ കാര്യങ്ങൾ കണക്കിലെടുത്തില്ല. Oh, they said, oh, we are a great people. We are born, born from above. അവർ പറഞ്ഞു, ഞങ്ങൾ വലിയ ആളുകളാണ്, ഞങ്ങൾ ഉയരത്തിൽ നിന്നും ജനിച്ചവരാണ്, We are the old Aryan. ഞങ്ങൾ പഴയ ആര്യന്മാരാണ്. Of course, all of us are Dravidians, don't forget. നാം എല്ലാവരും ദ്രാവിഡരാണെന്ന് മറക്കരുത്. Your nose will show it. നിങ്ങളുടെ മൂക്ക് അത് തെളിയിക്കും. And but that was the pride of this country. ഇതായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം. And out of a proud heart, ഒരു ഗർവമുള്ള ഹൃദയത്തിൽ നിന്നും nothing comes that will lift another. മറ്റവരെ ഉയർത്തുന്ന ഒന്നും വരില്ല. See, suddenly ask one of these men or women, what is your caste? പെട്ടെന്ന് ഈ പുരുഷന്മാരിലോ സ്ത്രീകളിലോ ഒരാളോട് ചോദിക്കുക, നിങ്ങൾ ഏതു ജാതിയിൽപ്പെട്ടവരാണ്? അവർ നിങ്ങളോട് പറയും, നരിക്കുറവൻ, or some funny name. രസകരമായ എന്തെങ്കിലും പേർ. Natar, നാടാർ, Katar, കാടാർ, some funny name. എന്തെങ്കിലും രസകരമായ പേരുകൾ. Nowhere in the world do we have it. ഈ ലോകത്തിൽ എങ്ങും അങ്ങനെയല്ല. But that pride of the heart, എന്നാൽ ഹൃദയത്തിന്റെ ആ ഗർവം, that's the natural heart. അതാണ് സ്വാഭാവിക ഹൃദയം. And you must know that Indians are amongst the proudest people in the world. ഭാരതീയർ ലോകത്തിലെ ഏറ്റവും ഗർവിഷ്ഠരായ ആളുകളിൽ പെട്ടവരാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. What are they proud of? എന്തിനെ കുറിച്ചാണ് അവർ അഹങ്കരിക്കുന്നത്? No water in our well. നമ്മുടെ കിണറുകളിൽ വെള്ളമില്ല. No drinking water. കുടിവെള്ളമില്ല. What are they proud of? അവർ എന്തിനെ കുറിച്ചാണ് അഭിമാനിക്കുന്നത്? I don't know. എനിക്കറിയില്ല. But എന്നാൽ pride, ഗർവം, the gospel has to enter into a proud heart. നിങ്ങൾക്കറിയാമോ, ഒരു ഗർവമുള്ള ഹൃദയത്തിൽ സുവിശേഷം പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. And gospel must be preached സുവിശേഷം പ്രസംഗിക്കണം with a broken spirit. ഒരു തകർന്ന ആത്മാവോടുകൂടി. Why is it അത് എന്തുകൊണ്ട് that we have so many shooting stars? നമുക്ക് വളരെയേറെ വാൽ നക്ഷത്രങ്ങളുണ്ട്. Many people begin very well, പല ആളുകൾ നന്നായി തുടങ്ങി, but they end in oblivion. എന്നാൽ അവർ വിസ്മൃതിയിൽ അവസാനിച്ചു. Why is that? എന്തുകൊണ്ട്? Pride. ഗർവം. They never humbled themselves at the cross. ക്രൂശിങ്കൽ അവർ തങ്ങളെ തന്നെ താഴ്ത്തിയില്ല. Jesus humbled himself. യേശു തന്നെത്താൻ താഴ്ത്തി.
But we climb, we're great climbers like monkeys. എന്നാൽ നാം കുരങ്ങുകളെ പോലെ വലിയ മരം കയറ്റക്കാരാണ്. That's all we want. അത് മാത്രമാണ് നാം I ആഗ്രഹിക്കുന്നത്. want more money, I want more position, I want more prestige, I want my rajyam, my kingdom. എനിക്ക് കൂടുതൽ പണം വേണം, കൂടുതൽ പദവി വേണം, കൂടുതൽ അന്തസ്സ് വേണം, എനിക്ക് എന്റെ രാജ്യം വേണം. That is completely contrary to true greatness. അത് യഥാർത്ഥ മഹത്വത്തിന് തികച്ചും വിരുദ്ധമാണ്. If you want to be great and remain great, മികച്ചവനാകാനും മികച്ചവനായി തുടരാനും ഞാൻ നിങ്ങൾക്കൊരു വഴി നൽകുന്നു. be great in the humility. താഴ്മയിൽ ഉയർന്നിരിക്കുക. The greatest men were very humble people. ഏറ്റവും വലിയ മനുഷ്യർ വളരെ എളിയവർ ആയിരുന്നു. Now friends, ഇപ്പോൾ സുഹൃത്തുക്കളെ, with that background, ആ പശ്ചാത്തലത്തിൽ let's come to the second chapter of 1 Thessalonians. 1 തെസ്സലോനിക്കർ 2:1 വരാം. For yourselves, brethren, സഹോദരന്മാരെ, know that our entrance unto you, that it was not in vain. ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. See, we must be very careful. നാം വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. Is our whole exercise in religious motions just vain? മതപരമായ കാര്യങ്ങളിൽ നമ്മുടെ മുഴുവൻ പരിശ്രമങ്ങളും വ്യർത്ഥമാണോ? Say, I went here, attended this meeting, I did this, I did that. ഞാൻ ഇവിടെ പോയി, ഞാൻ ഈ യോഗത്തിൽ സംബന്ധിച്ചു, ഞാൻ ഇത് ചെയ്തു, ഞാൻ അത് Now, ചെയ്തു. which man wants to see all that he does as great accomplishments come to nothing? തന്റെ വലിയ നേട്ടങ്ങൾ ശൂന്യമായി പോകുന്നത് കാണുവാൻ ഏത് മനുഷ്യനാണ് ഇഷ്ടപ്പെടുന്നത്? You know, many people do not have any of the propensity, the quality of self-criticism. സ്വയം വിമർശിക്കുന്ന ഗുണം പലർക്കുമില്ല. I seem to become a big critic of myself. ഞാൻ എന്നെ തന്നെ ഏറെ വിമർശിക്കുന്നു. Say, I'm not doing this properly, I'm not doing that properly. ഞാൻ ഇത് ശരിയായി ചെയ്യുന്നില്ല, ഞാൻ അത് ശരിയായി ചെയ്യുന്നില്ല. What kind of marks will God give me? എത്ര മാർക്ക് ആയിരിക്കും ദൈവം എനിക്ക് നൽകുന്നത്? Almost a failure. മിക്കവാറും തോൽക്കുന്നത് പോലെ ആയിരിക്കും. See, as I study God's word, ഞാൻ ദൈവവചനം പഠിക്കുന്തോറും I say I don't want to be vain. I don't want to produce vanity. ഞാൻ വ്യർത്ഥമായിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, വ്യർത്ഥതയെ ഉൽപ്പാദിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നു. So, St. Paul says, അതിനാൽ വിശുദ്ധ പൗലോസ് പറയുന്നു, my coming to you ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത് on my missionary journey എന്റെ മിഷണറി യാത്രയിൽ was not in vain. വ്യർത്ഥമായില്ല. My dear people, എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, we have performed many journeys. നാം അനേക യാത്രകൾ ചെയ്തിട്ടുണ്ട്. Say, the wedding season, people go in droves. വിവാഹ സീസണിൽ ആളുകൾ കൂട്ടം കൂട്ടമായി പോകുന്നു. They don't care for wind or weather. കാറ്റോ കാലാവസ്ഥയോ അവർ കാര്യമാക്കാറില്ല. And what did they do there? അവർ എന്താണ് അവിടെ ചെയ്തത്? Just talk a lot, വളരെയേറെ സംസാരിക്കും, meet a lot of friends, ധാരാളം കൂട്ടുകാരെ സന്ധിക്കും, and see how much gold the other person is wearing. മറ്റേയാൾ എത്ര സ്വർണം അണിഞ്ഞിട്ടുണ്ടെന്ന് നോക്കും. Find out what the dowry was. സ്ത്രീധനം എത്ര കൊടുത്തു എന്ന് കണ്ടുപിടിക്കും. Just vanity. വ്യർത്ഥത മാത്രം. Pride and vanity. ഗർവവും മായയും. But here, എന്നാൽ ഇവിടെ St. Paul says, വിശുദ്ധ പൗലോസ് പറയുന്നു, when we brought the gospel to you, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ സുവിശേഷം കൊണ്ടുവന്നത് it was not in vain. വ്യർത്ഥമായില്ല. Second verse, രണ്ടാം വാക്യം,
But even after that we had suffered before and were shamefully entreated. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ കഷ്ടവും അപമാനവും As you അനുഭവിച്ചിട്ടും know, at Philippi, ഫിലിപ്പിയിൽ we were bold in our God to speak unto you the good news of God. ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിൽ With ധൈര്യപ്പെട്ടിരുന്നു, much contention. വലിയ പോരാട്ടത്തോടെ. You see, friends, ശ്രദ്ധിക്കൂ സുഹൃത്തുക്കളെ, apparent reverses പ്രത്യക്ഷമായ വിപരീതങ്ങൾ should not turn us into coward. നമ്മെ ഭീരുക്കളായി മാറ്റരുത്. I think failure has a good element to it. പരാജയത്തിൽ ഒരു നല്ല അംശമുണ്ടെന്ന് ഞാൻ കരുതുന്നു. Some people are just a wonderful success. ചില ആളുകൾക്ക് അത്ഭുതകരമായ വിജയം മാത്രമാണ്. First class students, ഫസ്റ്റ് ക്ലാസ് വിദ്യാർത്ഥികൾ, big job, വലിയ ജോലി, big money, വലിയ ശമ്പളം, and they want nothing but the success syndrome. വിജയ ലക്ഷണങ്ങൾ അല്ലാതെ മറ്റൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. But life is not like that. എന്നാൽ ജീവിതം അങ്ങനെയല്ല. Life has its reverses. ജീവിതത്തിന് അതിൻ്റെതായ വിപരീതങ്ങളുണ്ട്. Life has its setbacks. ജീവിതത്തിന് തിരിച്ചടികളുണ്ട്. Life has its pains and challenges. ജീവിതത്തിന് വേദനകളും വെല്ലുവിളികളുമുണ്ട്. What did St. Paul encounter in the city before he went to Thessalonica? തെസ്സലോനിക്കയിൽ പോകുന്നതിന് മുൻപേ വിശുദ്ധ പൗലോസ് എന്താണ് അഭിമുഖീകരിച്ചത്? He was put in prison, അവനെ ജയിലിൽ അടച്ചു. but he saw victory in prison. എന്നാൽ ജയിലിൽ അവൻ വിജയം കണ്ടു. And so, അതിനാൽ when he was put out of Philippi, ഫിലിപ്പയിൽ നിന്നും അവനെ പുറത്താക്കിയപ്പോൾ he came to this city. അവൻ ഈ നഗരത്തിലേക്ക് വന്നു. Did he come like a beaten puppy? അടികൊണ്ട നായ്ക്കുട്ടിയെ പോലെയാണോ അവൻ വന്നത്? You know, sometimes I meet people who have had so many knocks. വളരെയേറെ അടികൊണ്ട ആളുകളെ ഞാൻ ചിലപ്പോൾ കാണാറുണ്ട്. Knocks in the family, കുടുംബത്തിൽ തട്ടലുകൾ, knocks in marriage, വിവാഹത്തിൽ തട്ടലുകൾ, knocks in the workplace. ജോലി സ്ഥലത്തു തട്ടലുകൾ. They become like beaten up puppies. അടികൊണ്ട നായ്ക്കുട്ടികളെ പോലെ അവർ ആയിത്തീരുന്നു. No. ഇല്ല. God gives you an inner strength. ദൈവം നിങ്ങൾക്ക് ഒരു ആന്തരിക ശക്തി നൽകുന്നു. So, അതിനാൽ the next city, Thessalonica, to which he went, അടുത്ത പട്ടണമായ തെസലോനിക്കയ്ക്ക് അവൻ അയക്കപ്പെട്ടപ്പോൾ was he questioning his message? അവന്റെ സന്ദേശത്തെ അവൻ ചോദ്യം ചെയ്യുകയായിരുന്നു. Was he questioning his understanding of God's call? ദൈവവിളിയെക്കുറിച്ചുള്ള അവന്റെ തിരിച്ചറിവിനെ അവൻ ചോദ്യം ചെയ്യുകയായിരുന്നു. You know, that is why I don't like intellectual converts. അതുകൊണ്ടാണ് ബുദ്ധിപരമായി മാനസാന്തരപ്പെട്ടവരെ എനിക്ക് ഇഷ്ടമല്ലാത്തത്. Because കാരണം all they know is അവർക്ക് അറിയാവുന്നതെല്ലാം self-effort. സ്വയപ്രയത്നമാണ്. Say, I'm doing this, I'm doing that. നോക്കൂ, ഞാൻ ഇത് ചെയ്യുന്നു, ഞാൻ അത് So I ചെയ്യുന്നു, must be a good Christian. അതിനാൽ ഞാൻ ഒരു നല്ല ക്രിസ്ത്യാനിയായിരിക്കണം. No, my dear friend. ഇല്ല എന്റെ പ്രിയ സുഹൃത്തുക്കളെ, It is Christ in you. ക്രിസ്തു നിങ്ങളിൽ എന്നുള്ളതാണ്. Self goes, സ്വയം പോകുന്നു, Christ comes. ക്രിസ്തു വരുന്നു. It is like taking a big eye, അത് ഇംഗ്ലീഷിലെ വലിയ അക്ഷരം ഐ എടുക്കുന്നത് പോലെയാണ്. a big iron post, ഒരു വലിയ ഇരുമ്പ് പോസ്റ്റ്. and you take a hammer and knock it on its head. ഒരു ചുറ്റിക എടുത്ത് അതിന്റെ മുകൾ ഭാഗത്തെ അടിച്ചുകൊണ്ടേയിരുന്നാൽ What happens? എന്ത് സംഭവിക്കും? It becomes a C. അത് ഇംഗ്ലീഷ് അക്ഷരം സി ആയി മാറും. It becomes Christ in you. അത് ക്രിസ്തു നിങ്ങളിൽ എന്നായി തീരും.
Now, I want to tell you there is a world of difference. ഇവ തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ I ആഗ്രഹിക്കുന്നു. find people get angry so easily. മനുഷ്യർ വളരെ എളുപ്പത്തിൽ കോപിഷ്ഠരാകുന്നത് ഞാൻ കാണുന്നു. You know, today a teacher should not beat. ഇന്ന് ഒരു അധ്യാപകൻ അടിക്കാൻ പാടില്ല. And parents also should not beat their children in certain countries. ചില രാജ്യങ്ങളിൽ മാതാപിതാക്കൾ പോലും തങ്ങളുടെ കുട്ടികളെ അടിക്കാൻ പാടില്ല. So, if your child runs across the street or against the traffic, നിങ്ങളുടെ കുട്ടി തെരുവിലൂടെ അല്ലെങ്കിൽ ഗതാഗതത്തിനു എതിരായി ഓടുന്നുവെങ്കിൽ and you give it to അപ്പോൾ നിങ്ങൾ അവന് 2 കൊടുക്കുകയാണെങ്കിൽ some passing motorist sees it, ഏതെങ്കിലും മോട്ടോർ സൈക്കിൾക്കാർ വണ്ടി നിർത്തിയിട്ട് and he informs the police. അയാൾ പോലീസിനെ അറിയിക്കുന്നു. So the police come to your house. അങ്ങനെ പോലീസ് നിങ്ങളുടെ വീട്ടിൽ വരുന്നു. You are using violence against your child. നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കെതിരെ അക്രമം ഉപയോഗിക്കുന്നു. Child abuse. ബാലപീഡനം. So we are taking away the child. അതിനാൽ ഞങ്ങൾ കുട്ടിയെ കൊണ്ടുപോകുന്നു. So you know, അതിനാൽ നിങ്ങൾക്കറിയാമോ, little children are taught by their parents. കൊച്ചു കുട്ടികളെ അവരുടെ മാതാപിതാക്കൾ പഠിപ്പിക്കുന്നു. Little children are taught. കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുന്നു. Don't call the police. പോലീസിനെ വിളിക്കരുത്. So അതിനാൽ we see that even correction is not desired or wanted. തെറ്റുതിരുത്തൽ ആഗ്രഹിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്യുന്നില്ല എന്ന് നാം കാണുന്നു. But you need the hammer of the cross. എന്നാൽ ക്രൂശിന്റെ ചുറ്റിക അടി നിങ്ങൾക്ക് ആവശ്യമാണ്. Before that, my kingdom, my well-being, അതിനു മുൻപേ എന്റെ രാജ്യം, എന്റെ ക്ഷേമം, my will becomes Christ's will. ക്രിസ്തുവിന്റെ ഇഷ്ടമായി തീരുന്നു. You need the cross to break you. നിങ്ങളെ ഉടയ്ക്കാനായി ക്രൂശിന്റെ ആവശ്യമുണ്ട്. And then you become a sea, Christ. നിങ്ങൾ സീയായി മാറുന്നു, ക്രിസ്തു. But we don't like correction. എന്നാൽ നമുക്ക് തെറ്റിദ്ധരുത്തൽ ഇഷ്ടമല്ല. You know, even in this fellowship, നിങ്ങൾക്കറിയാമോ, ഈ കൂട്ടായ്മയിൽ പോലും people like to say, ആളുകൾ പറയാൻ ഇഷ്ടപ്പെടുന്നു, let brother Joe tell us. സഹോദരൻ ജോ ഞങ്ങളോട് പറയട്ടെ. When I am wrong, I am wrong. ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ തെറ്റുകാരനാണ്. Why don't you take correction? എന്തുകൊണ്ടാണ് നിങ്ങൾ തിരുത്തൽ എടുക്കാത്തത്? However, എന്നിരുന്നാലും to come back തിരികെ to വരാം. Acts 17th chapter. അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായം. Acts 17. അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായം. 2nd verse. 2-ാം വാക്യം. Paul, as his manner was, went in unto them, and 3 Sabbath days reasoned with them out of the scripture. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്നു 3 ശബ്ബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. Where? In Thessalonica. എവിടെ? തെസലോനിക്കയിൽ. Opening and alleging that Christ must needs have suffered ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും and rise again from the dead, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും, and that this Jesus whom I preach unto you is Christ. ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്നും തെളിയിച്ചു വിവരിച്ചു So കൊണ്ടിരുന്നു. what happened? അപ്പോൾ എന്ത് സംഭവിച്ചു? Some of them believed അവരിൽ ചിലർ വിശ്വസിച്ചു, and consorted with Paul and Silas. പൗലോസിനോടും സിൽവാസിനോടും ചേർന്നു. And of the devout Greeks a great multitude, യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും, and some of the chief women not a few.
മാന്യ സ്ത്രീകളിൽ അനേകരും. But there was soon trouble in that city. എന്നാൽ പട്ടണത്തിൽ കലഹമുണ്ടായി. There were those that were enraged when they saw the multitude. പുരുഷാരം ക്രിസ്തുവിലേക്ക് തിരിയുന്നത് കണ്ട് കോപിഷ്ഠരായ ചില ആളുകൾ ഉണ്ടായിരുന്നു. My dear friend, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, when you read history, നിങ്ങൾ ചരിത്രം വായിക്കുമ്പോൾ you will see historically there were such horrible customs observed in various parts of this country. ചരിത്രപരമായി ചില ഭയാനകമായ ആചാരങ്ങൾ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരീക്ഷിക്കപ്പെട്ടിരുന്നു. All right, sati is one of them. സതി അതിൽ ഒന്നായിരുന്നു. And throwing the babies in Ganga Saga was another. ശിശുക്കളെ ഗംഗാ നദിയിൽ എറിയുന്നത് മറ്റൊന്നായിരുന്നു. Infanticide was another. ശിശുഹത്യ മറ്റൊന്നായിരുന്നു. And various customs which were locally observed. പ്രാദേശികമായി നിരീക്ഷിച്ച വിവിധ ആചാരങ്ങളും. ലോർഡ് വില്യം ബെന്റിക് tried to do his best in his 8 years. തന്റെ 8 വർഷത്തിൽ പരമാവധി ശ്രമിച്ചു. But എന്നാൽ the change in the heart of man does not come by legislation. മനുഷ്യന്റെ ഹൃദയത്തിൽ വരുന്ന മാറ്റം നിയമനിർമ്മാണത്തിലൂടെയല്ല. Certain rules can be made. ചില നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയും. But എന്നാൽ people have a downward pull. They just want to hold on. മനുഷ്യർക്ക് താഴേക്കുള്ള ഒരു വലിക്കലുണ്ട്. അവയെ പിടിച്ചുകൊണ്ടിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. Black magic. കൂടോത്രം. See what an awful thing this is. എന്തൊരു ഭയങ്കരമായ കാര്യമാണത്. So many people say somebody has done black magic against my family. ആരോ ഞങ്ങളുടെ കുടുംബത്തിന് എതിരായി കൂടോത്രം ചെയ്തു എന്ന് എത്ര ആളുകൾ പറയുന്നു. I have seen black magicians converted. കറുത്ത ജാലവിദ്യക്കാർ മാനസാന്തരപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. And I have absolutely no fear. എനിക്ക് അശേഷം ഭയമില്ല. Because I am under the blood of Jesus. കാരണം ഞാൻ യേശുവിൻ രക്തത്തിൻ കീഴിലാണ്. But എന്നാൽ the gospel attacks the root of evil. സുവിശേഷം തിന്മയുടെ വേരിനെ തകർക്കുന്നു. So അതിനാൽ when the word of God went to these strange places, ദൈവവചനം ഈ വിചിത്ര സ്ഥലങ്ങളിലേക്ക് പോയപ്പോൾ the very foundations of evil and immorality were shaken. തിന്മയുടെയും അധാർമികതയുടെയും അടിസ്ഥാനങ്ങൾ തന്നെ കുലുക്കപ്പെട്ടു. We have been entrusted നമ്മെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു with the greatest thing in the world. ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം The gospel. സുവിശേഷം. The good news. സദ്വർത്തമാനം. The news of the Savior's perfect offering for sin. പാപത്തിനായി പരിപൂർണ യാഗമായ രക്ഷകനെ കുറിച്ചുള്ള വാർത്ത. And what are you doing with it? അത് വെച്ചുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Oh loving Father, സ്നേഹമുള്ള പിതാവേ, forgive us. ഞങ്ങളോട് ക്ഷമിക്കണമേ. We have not established righteousness around us. ഞങ്ങൾക്ക് ചുറ്റും ഞങ്ങൾ നീതി സ്ഥാപിച്ചിട്ടില്ല. Not even in our own family. ഞങ്ങളുടെ കുടുംബത്തിൽ പോലുമില്ല. Forgive us, Lord Jesus. ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവായ യേശുവേ. Bless these dear people. ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. With broken spirit. തകർന്ന ആത്മാവിനാൽ. That they may humble themselves. അവർ തങ്ങളെ തന്നെ താഴ്ത്തുവാൻ. And receive your blessing. അവിടുത്തെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ. Please, Lord. ദയവായി കർത്താവേ. In Jesus' holy name we pray. യേശുവിൻ വിശുദ്ധ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. Amen.